നമസ്കാരം. ജസ്നയെ കണ്ടെത്താനാകുമെന്ന ഒരിക്കൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് മുൻ മേധാവി ടോമിൻ തച്ചങ്കരി. മുക്കുട്ടുതറയിൽ നിന്നും കാണാതായ പെൺകുട്ടി തമിഴ്നാട്ടിലുണ്ടെന്നതിന് സൂചനകൾ കിട്ടിയിരുന്നു. കുമളി തേനി വഴിയാണ് അന്വേഷണം പോകേണ്ടിയിരുന്നത്. എന്നാൽ കോവിഡ് എത്തിയതോടെ എല്ലാ കണക്കുകൂട്ടലും തെറ്റി. തെളിവുകൾ നഷ്ടമായി. ഇതിനിടെ CBI എത്തി. അവരോട് എല്ലാം പറഞ്ഞു. പക്ഷേ ജസ്നയെ കണ്ടെത്താനായില്ല എന്നാണ് ടോമിൻ തച്ചങ്കരി പറയുന്നത്. ജസ്നയെ CBI കണ്ടെത്തുമെന്ന ഉറച്ച വിശ്വാസം തനിക്കുണ്ടായിരുന്നുവെന്നും തച്ചങ്കരി പറഞ്ഞു. CBI കോടതിയിൽ നൽകിയത് ക്ലോഷർ റിപ്പോർട്ടാണ്. അത് സാങ്കേതികത്വം മാത്രമാണ്. തെളിവുകൾക്ക് പിന്നാലെ പോകുമ്പോൾ ഒരു ശ്രേണി മുറിഞ്ഞാൽ കേസ് നഷ്ടമാകും. അതാണ് ജസ്ന കേസിൽ ക്രൈംബ്രാഞ്ചിന് സംഭവിച്ചത്. കേസ് തെളിയിക്കാൻ ഭാഗ്യവും അനിവാര്യതയാണ്. അത് ഈ കേസിൽ ഇല്ലാതെ പോയി. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയാണ് CBI. അവർക്ക് ഈ കേസ് തെളിയിക്കാനുള്ള കഴിവുണ്ട്. അവർ അത് ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നും തച്ചങ്കരി പറയുന്നു. പോലീസ് സേനയുടെ ഏറ്റവും ഉയർന്ന പദവിയിൽ ഇരുന്ന് വിരമിച്ച വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പോലീസ് സേനയെ കുറ്റപ്പെടുത്തുന്നുമില്ല. ആരും മനഃപൂർവ്വം വീഴ്ചയുണ്ടാക്കിയെന്ന് കരുതുന്നുമില്ല. ജസ്ന കേസിൽ CBIയോട് അറിയാവുന്ന വിവരങ്ങളെല്ലാം കൈമാറിയിരുന്നു. അവരും അന്വേഷിച്ചു കാണും. CBIയെയും കുറ്റം പറയാനില്ല. മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട തെളിവില്ലെന്നാണ് CBI പറയുന്നത്. നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവർ പറയുന്നില്ല. തനിക്കും അക്കാര്യം വിശദീകരിക്കാൻ കഴിയില്ലെന്നും പോലീസിനെയും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒന്നും താൻ പറയില്ലെന്നും തച്ചങ്കരി വിശദീകരിച്ചു. ജസ്ന ജീവനോടെ ഉണ്ടായിരുന്നുവെന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉറപ്പിച്ചിരുന്നുവെന്ന സൂചനയാണ് തച്ചങ്കരിയും നൽകുന്നത്. അതിനിടെ തിരോധന കേസിൽ എന്തെങ്കിലും സൂചന കിട്ടുമ്പോൾ തുടരന്വേഷണം ഉണ്ടാകുമെന്നാണ് CBI അറിയിച്ചിട്ടുള്ളതെന്ന് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് അറിയിക്കുന്നുണ്ട്. കേസ് CBI അവസാനിപ്പിക്കുകയും ക്ലോഷർ റിപ്പോർട്ട് തിരുവനന്തപുരം ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രതികരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. CBI ഇപ്പോഴും കേസ് നിരീക്ഷിക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും സൂചന കിട്ടുമ്പോൾ തുടരന്വേഷണം ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നല്ല രീതിയിലുള്ള അന്വേഷണമാണ് CBI കാഴ്ചവെച്ചത്. CBIയുടെ ഇപ്പോഴത്തെ SP തങ്ങളെ വിളിക്കുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയൊക്കെ ചെയ്യാറുണ്ടെന്നും ജോസഫ് പറയുന്നു. ആദ്യകാലങ്ങളിൽ ലോക്കൽ പോലീസിന്റെ ഭാഗത്തു നിന്നും അനാസ്ഥയുണ്ടായിട്ടുണ്ട്. ജസ്നയെ കാണാനില്ലെന്ന് പരാതി കൊടുത്ത് 7 ദിവസം കഴിഞ്ഞാണ് അവർ അന്വേഷിക്കാൻ വന്നത്. ഇതിനിടെ വഴിതിരിച്ചുവിടാൻ ചിലർ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ പറയുന്ന വഴിക്ക് അന്വേഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഓരോ ഊഹാപോഹങ്ങളുടെ വഴിയെ അവർ പോയപ്പോൾ സമയം പോയി. ആദ്യ 2 ആഴ്ച വിലപ്പെട്ട സമയം നഷ്ടമായി. അതുകൊണ്ടാണ് ജസ്നയെ കിട്ടാതെ പോയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നപ്പോൾ ജസ്നയെ കുറിച്ച് നിർണായക വിവരം ലഭിച്ചെന്നും കോവിഡ് ആയതുകൊണ്ടാണ് അവിടത്തേക്ക് എത്താൻ കഴിയാതിരുന്നതെന്നും ടോമിൻ തച്ചങ്കരി പറഞ്ഞെങ്കിലും പിന്നീടൊന്നും ഉണ്ടായില്ലെന്നും ജസ്നയുടെ പിതാവ് പറയുന്നു. ജസ്നയെ കുറിച്ച് വിവരം കിട്ടിയെന്ന് പറഞ്ഞെങ്കിലും പിന്നീടൊന്നും പറഞ്ഞില്ല. കോവിഡ് ആയിരുന്നുവെങ്കിലും ഒരാളെ കണ്ടുവെന്ന സൂചന കിട്ടിക്കഴിഞ്ഞാൽ തുടരന്വേഷണം നടത്താമല്ലോ. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ കേരള പോലീസിനുണ്ടല്ലോ. പെൻഷൻ ആകുന്നതിന് തലേ ദിവസം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് കിട്ടേണ്ടത് ജസ്നയെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജസ്നയെ കണ്ടെത്തണമെന്ന നിലപാടിൽ തന്നെയാണ് കുടുംബം. ഇതിനുവേണ്ടി നിയമ പോരാട്ടം അവർ തുടരാനാണ് സാധ്യത. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയണമെന്നും കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നുമാണ് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് തന്നെ വ്യക്തമാക്കിയത്. തെളിവുകളുടെ അഭാവത്തിൽ ജസ്ന കേസ് അന്വേഷണം CBI അവസാനിപ്പിച്ചു. ഇക്കാര്യത്തിൽ കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് നൽകും. ഈ സാഹചര്യത്തിലാണ് ജസ്നയുടെ കുടുംബത്തിന്റെ പ്രതികരണം. CBI അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല. തെളിവ് ലഭിച്ചാൽ തുടരന്വേഷണം ഉണ്ടാകും. ഇന്റർപോളിന്റെയും ആധാറിന്റെയും സഹായത്തോടെ കൃത്യമായ അന്വേഷണം നടന്നു. ആദ്യം അന്വേഷിച്ച ലോക്കൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നും തന്നെയും സംശയം മുനയിൽ നിർത്തി അന്വേഷണം പല വഴിക്ക് പോയെന്നും ജെയിംസ് ജോസഫ് പറയുന്നു. നന്ദി.